നമ്മുടെ ലക്ഷ്യം ഈ മയക്കുമരുന്ന് വിമുക്തമായ ഒരു കേരളമാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നടക്കും. അതിന് കക്ഷി രാഷ്ട്രീയ മതവ്യത്യാസമില്ലാതെ ജനകീയമായ മുന്നേറ്റം ഉണ്ടാകണം എന്നുള്ളത് ഒരു സത്യമാണ്. അതിൽ കൂടി മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കാൻ, പ്രത്യേകിച്ച് ഈ ചെറിയ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് കേരളം അതിനേക്കാൾ വലിയതായിരിക്കുന്ന വിപത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും അതിനുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് കേരളത്തെ രക്ഷിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് ഭാവി തലമുറ നന്നായിട്ട് വളരാനായിട്ട് ശ്രമിക്കാനൊക്കെ പഴി പറഞ്ഞിട്ടില്ല. അവരെ ആ സമയത്ത് വേണ്ടതായ മോചനം കൊടുക്കണം. ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന മദ്യ മാഫിയകൾ അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയകളെ കണ്ടുപിടിക്കാനും അവർ കൊടുക്കുന്നതായ നക്കാപ്പിച്ചകൾ വാങ്ങിച്ചുകൊണ്ട് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ നീതിപാലകരോ പ്രവർത്തിക്കുവാൻ ഇടയാകാതെ അവരെ ജയിലിലടയ്ക്കുവാനും അവർക്ക് ശിക്ഷ കൊടുക്കുവാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിന്ന് ഈ കേരളത്തിന് രക്ഷ പ്രാപിക്കാൻ കഴിയൂ. എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനം വളരെ കുറഞ്ഞിരിക്കുന്നത്? മയക്കുമരുന്ന് വ്യാപാരിയായിട്ടോ അത് മറ്റുള്ളവന് കൊടുക്കുന്നതായിട്ടോ ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ അയാൾ ആ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ ലോകത്തിൻ്റെ വെളിച്ചം പിന്നീട് കാണുകയില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ മറ്റാരും അദ്ദേഹത്തെ കാണുകയില്ല. അതോടുകൂടി ലോകത്തിൽ നിന്ന് അദ്ദേഹം തിരോധാനം ചെയ്യുകയാണ് പറ്റിയത്. ഇതുപോലുള്ളതായ കർശനമായ നടപടികളുണ്ടായെങ്കിൽ മാത്രമേ ഈ ആഗോളമായിരിക്കുന്ന മദ്യമയക്കുമരുന്ന് വിപണനത്തിന് കേരളം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വരുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ളതായ നിയമങ്ങളും അതിനുള്ളതായിരിക്കുന്ന കർശനമായ നിയമ സംവിധാനങ്ങളും എല്ലാം നമുക്കുണ്ട്. പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. എല്ലാ നിയമങ്ങളും നമുക്കുണ്ട്, എല്ലാ ലോകളും നമുക്കുണ്ട്. പക്ഷേ ആ നിയമങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറല്ല. കാരണം ആ മയക്കുമരുന്ന് മാഫിയകളുടെ എന്തെങ്കിലും സാധാരണ തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിക്കഴിയുമ്പോൾ, അവരുടെ നക്കാപ്പിച്ച് കിട്ടിക്കഴിയുമ്പോൾ ഇതെല്ലാം മറന്ന് ഒരു ജയിലിൻ്റെ വാതിലിൽ കൂടി അകത്ത് കയറ്റി അപ്പുറത്തെ വാതിലിൽ കൂടി പരോളാണെന്നും പറഞ്ഞും അല്ലെങ്കിൽ ജാമ്യമാണെന്നും പറഞ്ഞും അവരെ വിടും. പിറ്റേ ദിവസവും അവരിത് തന്നെയാണ് വ്യാപാരം. ഇതെങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? അതിനുള്ളത് കർശനമായ നടപടി ഗവൺമെൻറ് തലത്തിൽ അധികാരികളുടെ നേതൃത്വത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഇതിനുള്ളതായിരിക്കുന്ന ലാഘവബുദ്ധിയോടുകൂടെ ശ്രമിച്ചാൽ ഒരിക്കലും സാധിക്കുകയില്ല. ഇന്നുണ്ടാകുന്നതായ എല്ലാ സിനിമകളും എന്താണ്? ഒന്നുകിൽ അക്രമത്തെ കാണിക്കുന്നു, അല്ലെങ്കിൽ മദ്യപാനം ഒരു സാധാരണ കാര്യമാണെന്നും പ്രശ്നമില്ലെന്നും കാണിക്കുന്നു. കഞ്ചാവ് വലിക്കുന്നതോ അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതോ വലിയ കാര്യമില്ലെന്നും കാണിക്കുന്നതായ ഓരോരോ കലാരൂപങ്ങളുണ്ടാകുമ്പോൾ സാഹിത്യ നിർമ്മാണത്തിനുള്ളതായ സ്വാതന്ത്ര്യത്തെ നിഗണിക്കാൻ പാടില്ല എന്നുള്ളതായ വലിയ ആരോപണമാണ് ഉണ്ടാകുന്നത്. ഇതിനെതിരെ ബോർഡ് ഉണ്ടാക്കുവാനുള്ളതായ സെൻസർഷിപ്പ് ബോർഡ് അതിനെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ കേരളം വീണ്ടും ചെകുത്താൻ്റെ നാടായി മാറുന്നെന്നുള്ളത് സംശയിക്കാനില്ല. അതിന് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാ കക്ഷി രാഷ്ട്രീയ മത വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ മദ്യമയക്കുമരുന്ന് വിപത്തുകളുടെ പിടിയിൽ നിന്ന്, ആ വലിയ കരാളഹസ്തത്തിൽ നിന്ന് ഈ ഭൂമിയെ, ഈ കേരളത്തെ രക്ഷിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. അതിന് നമുക്ക് ഒന്നായിട്ട് കൈപിടിച്ച് മുന്നേറാം. എല്ലാവരുടെയും കൂട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ചേർന്ന് ഇതിനെതിരെ പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഈ സമൂഹത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ഇല്ല എങ്കിൽ നമ്മുടെ പ്രസംഗം കൊണ്ടോ നമ്മുടെ പ്രസ്താവനകൾ കൊണ്ടോ ഒന്നും നടക്കില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. കേരളത്തെ രക്ഷിക്കണമെങ്കിൽ ജനകീയമായ മുന്നേറ്റം ഓരോ വ്യക്തികളുടെയും ഇതുപോലുള്ള ആളുകളുടെയും മുമ്പാകെ നമ്മൾ പ്രത്യക്ഷപ്പെട്ട് അവരെ ഇതിൽ മോചിപ്പിക്കുവാനുള്ളതായ ഉപദേശങ്ങൾ നൽകിയിരിക്കും. അതുപോലെ തന്നെ മദ്യമയക്കുമരുന്ന് മാഫിയകളുടെ സംഘത്തിന് കർശനമായിരിക്കുന്ന ശിക്ഷണ നടപടി ഏൽപ്പിക്കുമെങ്കിൽ മാത്രമേ ഇവിടെ ഈ കേരളത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അതിന്
തയ്യാറാകുന്നതായ ഒരു സമൂഹമായി നമുക്ക് വളരാം.